ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്ന് സ്കൂളുമില്ല, മദ്രസയും ഇല്ല. അപ്പോൾ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയൊരു ഷെയ്ക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഞങ്ങളുടെ ചെറിയ കിച്ചൻ. ഞങ്ങൾക്ക് പിന്നെ വീട് മുഴുവനായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. ഹോർലിക്സ് വേണം, ബൂസ്റ്റ് മേടിക്കണം എന്ന് എഴുതി, പക്ഷെ ഹോർലിക്സ് കിട്ടിയതുള്ളൂ. അപ്പൊ ഗൈസ്, നമ്മളിതാ ഈ 3 സാധനങ്ങള് കുറച്ചും കൂടി വേണം. വെള്ളം വേണം, പിന്നെ പാല് വേണം, പഞ്ചസാര വേണം, അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി മതി. ഇനി ഈത്തപ്പഴം, ഇത് തേനിട്ടതാണ്. എന്താ ഇതിൽ കുരുല്ല കേട്ടോ, അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഹോർലിക്സ്, പഴം. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ ഷെയ്ക്ക് അടിക്കാൻ പോവാം. അപ്പൊ ഗൈസ്, നമ്മളിതാ മിക്സി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ട് കൊടുക്കല്ലേ, മുഴുവൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കൊരു 3 പഴം തൊളിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മൈസൂർ പഴമാണിത്. ഇനി നമുക്ക് 3 എണ്ണം തൊളിച്ചിടണം എന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗൈസ്, ഇതാ നമ്മളെ മിക്സിൽ നമ്മൾ കടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹോർലിക്സും പഞ്ചസാരയും ഒക്കെ ഇട്ട് നമ്മൾക്ക് സെറ്റാക്കാം. പാലും ഒഴിക്കണം കേട്ടോ. ഇതൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കാം. ഇത് പഞ്ചസാര നമുക്ക് ഹോർലിക്സ് ഇട്ട് വെക്കാം. നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുക്കണം, അതുകൊണ്ട് കുറച്ച് മിനിറ്റ് വേണം. നമ്മള് ജ്യൂസ് നമുക്ക് ഇതായിട്ട് നല്ല പതയോടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളത് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം. നമ്മള് ജ്യൂസ് റെഡിയായി. നമ്മള് നല്ല ഗ്ലാസ്സിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല കാറ്റുണ്ട്. കൊടുക്കാം, എണ്ണ കൊടുക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടാകുമ്പോൾ ബെല്ലൈക്കൺ അമർത്തുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനാൽ അപ്പൊ എല്ലാവർക്കും ടാറ്റാ.